നാളെയാണ് പ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴൽ. എറണാകുളം ജില്ലയിലെ പ്രശസ്തമായ ക്ഷേത്രമാണ് ചോറ്റാനിക്കര. കൊച്ചി നഗരത്തിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ ഭഗവതി ക്ഷേത്രം ആത്മീയ ചൈതന്യത്തിൻ്റെ പേരിൽ പെരുമയുള്ളതാണ്. ഭഗവതിയെ 3 രൂപങ്ങളിലാണ് ഇവിടെ ആരാധിക്കുന്നത്. രാവിലെ വെള്ളസാരിയിൽ വിദ്യാദേവിയായ സരസ്വതി ദേവിയായി ആരാധിക്കുന്നു. ഉച്ചയ്ക്ക് ചുവന്ന സാരിയിൽ ഐശ്വര്യദേവിയായ മഹാലക്ഷ്മിയായി ആരാധിക്കുന്നു. വൈകുന്നേരം നീലസാരിയിൽ ദുഃഖനാശിനിയായ ദുർഗാദേവിയായി ആരാധിക്കുന്നു. ഈ 3 ഭാവങ്ങളിലും ഭഗവതിയെ രാജരാജേശ്വരി എന്ന സങ്കല്പത്തിലാണ് ചോറ്റാനിക്കരയിൽ ആരാധിക്കുന്നത്. ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിനും ലക്ഷ്മിക്കും പ്രത്യേകം ക്ഷേത്രങ്ങളുണ്ട്. ഭഗവാൻ ശ്രീ പരമേശ്വരനായി സമർപ്പിതമായ ഒരു പുരാതന ക്ഷേത്രവും ഇവിടെയുണ്ട്. പൂഴിക്കാവ് ക്ഷേത്രം എന്ന പേരിലാണ് ആ ക്ഷേത്രം അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിന് സമീപത്തിലൂടെ ചോറ്റാനിക്കര പുഴ ഒഴുകുന്നു. മഹാലക്ഷ്മി വിഷ്ണു സമേതയായി ആദ്യം പ്രത്യക്ഷപ്പെട്ട ക്ഷേത്രത്തിലെ പവിഴമല്ലിത്തറയിൽ പ്രാർത്ഥിച്ചാൽ ദാരിദ്ര്യവും മറ്റ് ദുഃഖങ്ങളും മാനസിക രോഗങ്ങളും അകന്ന് ഐശ്വര്യം വന്നു ചേരുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ദിവസമാണ് കുംഭത്തിലെ മകം. സ്ത്രീകളാണ് ഏറ്റവും കൂടുതലായി മകം തൊഴാൻ എത്തുന്നത്. പരമഭക്തനായ വില്വമംഗലം സ്വാമിയാർക്കും വിശ്വരൂപ ദർശനം നൽകിയതുപോലെ മകം നാളിൽ സർവസ്വവും അർപ്പിക്കുന്ന ഭക്തർക്ക് അമ്മ വിശ്വരൂപ ദർശനം നൽകുമെന്നാണ് വിശ്വാസം. ഇനി ഗുരുവചനം കേൾക്കാം. മറ്റുള്ളവരുമായി കലഹിക്കരുത്. അത് നിങ്ങളുടെ മനസ്സിനെ ദുർബലമാക്കും. ഉറച്ചു നിൽക്കുക, എന്നാൽ സൗമ്യത പുലർത്തുക. ശ്രീ ശാരദാദേവി. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം. പൗരോഹിത്യം രജനിചരിതം ഗ്രാമണീത്വം നിയോഗോ മാഠാപത്യം ഹ്യനൃതവചനം സാക്ഷിവാദഃ പരാന്നം ബ്രഹ്മദ്വേഷഃ ഖലജനരതിഃ പ്രാണിനാം നിർദയത്വം മാ ഭൂദേവം മമ പശുപതേ ജന്മജന്മാന്തരേഷു. പൗരോഹിത്യം രജനിചരിതം ഗ്രാമണീത്വം നിയോഗോ മാഠാപത്യം ഹ്യനൃതവചനം സാക്ഷിവാദഃ പരാന്നം ബ്രഹ്മദ്വേഷഃ ഖലജനരതിഃ പ്രാണിനാം നിർദയത്വം മാ ഭൂദേവം മമ പശുപതേ ജന്മജന്മാന്തരേഷു.